ഹലോ. ചാപ്റ്റർ 4 ഹമാര ആഹാർ. ഈ ചാപ്റ്റർ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിൻ്റെ എക്സസൈസ് പോർഷൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. എക്സസൈസ് മുഴുവനായിട്ട് ചെയ്തിട്ടില്ല, അതിൽ കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കാം. ബാത്ചീത് കേ ലിയേ ദിയേ ഗയേ ചിത്ര പർ ബാത്ചീത് കീജിയേ. ഇവിടെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ചിത്ര മേ ആപ്കോ ക്യാ ക്യാ ദിഖ് രഹാ ഹേ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാ കാണാൻ പറ്റുന്നത്? ഇതിൽ പലതരം ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലേ. ആദ്യം തന്നെ മേ ബി എന്തായിരിക്കും ഇതിൽ? ലസ്സി അല്ലെങ്കിൽ കേർഡ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സോ ദഹി. രണ്ടാമത്തതോ ചോലെ ഭട്ടൂരെ അല്ലെങ്കിൽ ചപ്പാത്തി ചന കറി. സോ നമുക്ക് ചോലെ ഭട്ടൂരെ എന്ന് എഴുതാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലെ എഴുതിയാൽ മതി. അടുത്തത് നോക്കിയേ, ഒരു മീൽസ് പ്ലേറ്റ് ആണ്. സബ്ജി, റോട്ടി, ചാവൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അടുത്തതൊരു വാഴയിലയിൽ ദോശ, സാമ്പാർ, ചട്നി അല്ലേ. ഇനി അടുത്തതോ മേ ബി ഹൽവ, പായസം, അങ്ങനെയൊക്കെ ആയിരിക്കും. ഹൽവ, ഖീർ. അടുത്തത് മേ ബി ഇഡ്ലി സാമ്പാർ ആയിരിക്കാം. ഈ ചിത്രം കണ്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ധോക്ല. ഓക്കെ. നെക്സ്റ്റ്, ആപ്കെ ലിയേ ആഹാർ ക്യൂ മഹത്വപൂർണ്ണ ഹേ. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ റീസൺ? ആഹാർ ഹമാരെ ലിയേ മഹത്വപൂർണ്ണ ഹേ ക്യോंकि यह हमारे शरीर को ऊर्जा और शक्ति देता है. നമ്മുടെ ശരീരത്തിന് ഊർജം, എനർജിയും ശക്തിയും ഒക്കെ തരുന്നത് ഫുഡാണ്. സഹി ആഹാർ സേ ശരീർ കാ വികാസ് ഹോത്താ ഹേ. കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് ശരീരം വളരുന്നത്. और बीमारियां दूर रहती है. ഓരോ രോഗങ്ങളിൽ നിന്നും നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതാണ്. അടുത്തത്, ആപ്കോ ക്യാ ഖാന പസന്ദ് ഹേ. അപ്പൊ ഇത് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടമുള്ളത് അത് എഴുതുക. നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ആൻസർ നോക്കാം. मुझे पसंद है घर का खाना जैसे दाल, चावल, रोटी, सब्जी और मीठे में खीर या हलवा. നിങ്ങൾ എഴുതുമ്പോൾ ബിരിയാണി അല്ലെങ്കിൽ ഐസ്ക്രീം എന്നൊക്കെ ആയിരിക്കും അല്ലേ എഴുതുക. പക്ഷെ എപ്പോഴും നല്ല ഫുഡ്, ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കി വീട്ടിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഖാനെ മേ സാവധാനി രഖ്ന ക്യോ ആവശ്യക് ഹേ. എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കെയർഫുൾ ആയിട്ട് ഭക്ഷണകാര്യം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണ്? ഖാനെ മേ സാവധാനി രഖ്ന ആവശ്യക് ഹേ ക്യോंकि അസ്വച്ഛ് എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത ഭക്ഷണം, ഖരാബ് യാ പുരാന ഖാന പഴയതോ മോശമായതോ ആയ ഭക്ഷണം ശരീർ മേ ബീമാരിയാം पैदा कर सकता है. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടെ മാത്രം ഭക്ഷണം കഴിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, क्या आपको लगता है कि केवल आहार ही हमें स्वस्थ रख सकता है या स्वस्थ रखने के लिए कुछ और भी आवश्यक है? अपने उत्तर का कारण भी बताइए. ഭക്ഷണം മാത്രമാണോ നമ്മളെ ആരോഗ്യത്തോടെ വെക്കുന്നത്, അതോ ഭക്ഷണത്തിന്റെ കൂടെ മറ്റെന്തെങ്കിലും കൂടെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഉത്തരത്തിന്റെ റീസണും കൂടി എഴുതാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കേവൽ ആഹാരി അമ്മേ സ്വസ്ഥ നഹി രഹ സക്ത. ഭക്ഷണം മാത്രം പോരാ നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കാൻ. സ്വസ്ഥ രഹനെ കേ ലിയേ നിയമിത് വ്യായാം, എക്സസൈസ് വേണം. പിന്നെയോ പര്യാപ്ത് നീന്ദ്, കറക്റ്റ് ആയിട്ടുള്ള സ്ലീപ്പ് വേണം. പിന്നെയോ സ്വച്ഛത ഓർ ഖുഷ് രഹന ഭി ജറൂരി ഹേ. നല്ല വൃത്തി വേണം, അതുപോലെ എപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്നതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ये सभी मिलकर हमें पूरी तरह से स्वस्थ रखते हैं. ഇതെല്ലാം ചേർന്നാണ് നമ്മളെ മുഴുവനായിട്ടും ആരോഗ്യത്തോടെ ഇരുത്തുന്നത്. कविता के आधार पर नीचे एक तालिका दी गई है. दिए गए उदाहरण के आधार पर तालिका को पूरा कीजिए. ഈ തന്നിരിക്കുന്ന ടേബിളിൽ ബാക്കി ഭാഗം നിങ്ങൾ ഫിൽ ചെയ്യണം. ഇവിടെ ആദ്യത്തെ കോളത്തിൽ ഫലോം കെ നാം, ഫ്രൂട്ട്സിന്റെ പേരുകളാണ് ഫിൽ ചെയ്യേണ്ടത്. ഒരു ഫ്രൂട്ട് അവിടെ തന്നിട്ടുണ്ട്, ആം. ആം എന്ന് പറഞ്ഞാൽ മാംഗോ. ഇതുപോലത്തെ വേറെ കുറച്ച് നെയിംസ് എഴുതാൻ പറ്റുമോ നോക്കാം അല്ലെ. സേബ്, കേല, സന്ദ്ര, അമ്രൂദ്, അങ്കൂർ, പപ്പീത്ത, അനാർ, ഇതൊക്കെ പലതരം ഫ്രൂട്ട്സിന്റെ പേരാണ്. എന്തൊക്കെയാണ്? ആപ്പിൾ പഴം, പിന്നെ ഓറഞ്ച്, പേരക്ക, പിന്നെ ഗ്രേപ്സ്, പപ്പായ,
അനാർ എന്ന് പറഞ്ഞാൽ പൊമഗ്രനേറ്റ്. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സിന്റെ പേരുകൾ എഴുതാം. നിങ്ങൾക്ക് അറിയുന്ന വേറെ ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിന്റെ പേരും എഴുതാം. അതുപോലെ അടുത്തത് സാഗ് സബ്ജിയോം കെ നാം. ഇവിടെ വെജിറ്റബിൾസിന്റെ പേര് എഴുതണം. പർവൽ ഒരു വെജിറ്റബിളിന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ഇനിയോ ആലു പൊട്ടറ്റോ, ടമാട്ടർ ടൊമാറ്റോ, പ്യാജ് अनियन, गोभी, कैबेज, फूल गोभी, कॉलीफ्लावर, भिंडी, ओक्रा और लेडीज फिंगर, बैंगन, ब्रिंजाल. ओके एഴുതാം. ഇനി അടുത്ത दूध से बने उत्पादों और सामानों के नाम. മിൽക്ക് പ്രൊഡക്ട്സിന്റെ പേരാണ്. ദഹി തൈര് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെ എന്തൊക്കെ എഴുതാം? ദൂത് പാല്, മക്കൻ വെണ്ണ, ഗീ നെയ്യ്, പനീർ, പിന്നെ ഖീർ പായസം, രസഗുള, ബർഫി, ഇതൊക്കെ പാൽ പ്രൊഡക്ട്സ് ആണ് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സ് ആണ്. ഇനി അടുത്തത് സലാദ് കി സാമഗ്രിക്ക് നാം. സലാഡുകൾ വെജിറ്റബിൾസ് നമ്മൾ അങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്ന സാലഡുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രിക്ക് നാം അതിനാവശ്യമായ വസ്തുക്കളുടെ പേരുകൾ. ഗാജർ ക്യാരറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഖീര, ടമാട്ടർ, പ്യാജ്, മൂലി, പത്താഗോബി, നീംബു, ഹരി മിർച്ച്. ഖീര എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കക്കിരിയാണ്. പിന്നെ ടൊമാറ്റോ, അനിയൻ, മൂലി എന്ന് പറഞ്ഞാൽ റാഡിഷ്. അങ്ങനെ അങ്ങനെ. नेक्स्ट क्वेश्चन, निम्नलिखित प्रश्नों के सही उत्तरों का चयन करके उनके सामने दी गई जगह पर सेब का चित्र बनाइए. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എവിടെയാണോ അവിടെ ആപ്പിളിന്റെ ചിത്രം കൊടുക്കാം. चावल दाल और साग भाजी खाने के लाभ है. शरीर मोटा होता തടിച്ചിരിക്കും. शरीर सुस्त रहता है ആകെ മടി പിടിച്ച പോലെ ക്ഷീണിച്ച പോലെ ഇരിക്കും. शरीर चुस्त और फुर्तीला बनता നല്ല എനർജറ്റിക് ആയിട്ടും ആക്റ്റീവ് ആയിട്ടും ഇരിക്കും. शरीर पतला बनता ശരീരം മെലിഞ്ഞു പോകും. ഇതിലേതാ കറക്റ്റ് ആൻസർ? യെസ്, शरीर चुस्त और फुर्तीला बनता. ഇത് ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി എഴുതുക. गर्मी के मौसम में किन वस्तुओं का भरपूर सेवन करना चाहिए. गर्मी का मौसम എന്ന് പറഞ്ഞാൽ ചൂടുകാലത്ത്. ഇതിൽ ഏത് ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത്? യെസ്, ഇതിൽ പല ആൻസേഴ്സും കറക്റ്റ് ആണ്. ഗർബൂജ്, ഖീര, കക്കടി ഇതൊക്കെ കഴിക്കാം. ചായ് കോഫി ചൂടുകാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഹം ഖാക്കർ കബ് പച്താത്തെ ഹേ. എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആകെ വേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്? ജബ് കം ഖാത്തെ കുറച്ച് കഴിക്കുമ്പോഴാണോ? ജബ് അധിക് ഖാത്തെ കൂടുതൽ കഴിക്കുമ്പോഴാണോ? ജബ് ദൂസറ അധിക് ഖാത്ത ഹേ വേറൊരാൾ കൂടുതൽ കഴിക്കുമ്പോഴാണോ? और इनमें सभी ഈ എല്ലാ ആൻസറും ആണോ? കറക്റ്റ് ആൻസർ ജബ് അധിക് ഖാത്തെ ഹേ. നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നും. किन खाद्य पदार्थों को नियमित खाने का सुझाव दिया गया है. എന്ത് ഭക്ഷണമാണ് കറക്റ്റ് രീതിയിൽ കഴിക്കേണ്ടത്? നംകീൻ ഓർ ചിപ്സ് ആണോ? അല്ല. ബൂഞ്ച ഓർ സത്തു ഇത് ബുക്കിലുണ്ടല്ലേ. പിന്നെ ബർഫ് ഓർ ഐസ്ക്രീം ആണോ? പക്കോടെ ഓർ പരാട്ടെ. കറക്റ്റ് ആൻസർ ഇസ് ബൂഞ്ച സത്തു. नीचे दिए गए प्रश्नों के उत्तर लिखिए. हमें फलों और फूलों के बगीचे क्यों लगाने चाहिए. ചാപ്റ്ററിൽ പറയുന്നുണ്ട് നമ്മൾ ഫലോ ഓർ ഫൂലോ കെ ബഗീച്ച നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന്. അതിന്റെ ഉപകാരം എന്താണ്? ക്യോങ്കി ഫലോ ഓർ ഫൂലോൻ സേ വാതാവരൺ സുന്ദർ. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നല്ല ഭംഗിയാവും. അതുപോലെ ശുദ്ധ രഹത്താ ഹേ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അത് മാത്രമല്ല ഹമേ താസെ ഫൽ മിൽത്തെ ഹേ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടും. നെക്സ്റ്റ്, ഹമേ ഭൂക്ക് സെ അധിക് ക്യൂ നഹി ഖാനാ ചാഹിയേ. നമുക്ക് ആവശ്യത്തിൽ അധികമായിട്ട് നമ്മുടെ വിശപ്പ് മാറുന്നതിനേക്കാളും അധികമായിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ക്യോങ്കി ബിക്കോസ് അധിക് ഖാനെ സെ പേട് ഖരാബ് ഹോ ജാത്താ ഹേ. കൂടുതൽ കഴിച്ചാൽ നമ്മുടെ വയറ് ചീത്തയാവും. ഓർ ഹം ബീമാർ പട് സക്തേ ഹേ നമുക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. താസ ഗാന ഹർദം ഖാओ നഹി ബഹാന കബി ബനാओ. ഇത് ചാപ്റ്ററിലുള്ള ഒരു ലൈൻ ആണല്ലേ. ഇസ് പങ്ക്തി കെ മാധ്യം സെ ക്യാ സന്ദേശ് ദിയാ ഗയാ ഹേ. ഈ ഒരു ലൈൻ കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത്? യഹ് സന്ദേശ് ദേത്താ ഹേ കി ഹമേ ഹമേശ താജ ഭോജൻ ഖാനാ ചാഹിയേ. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം വേണം കഴിക്കാൻ. ഓർ ബഹാനെ നഹി ബനാനാ ചാഹിയേ.
ചീത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സ്ക്യൂസും നിങ്ങൾ ചെയ്യാൻ പാടില്ല. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഭക്ഷണം മാത്രം കഴിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ഭോജൻ കാ സേവൻ കിസ് പ്രകാർ കർനെ കി സലാഹ് ദി ഗയി ഹൈ ഓർ ക്യോ? ഭക്ഷണം എങ്ങനെ കഴിക്കണം, എന്തുകൊണ്ട് അങ്ങനെ കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. भोजन सोच समझकर स्वच्छता और समय से करना चाहिए ताकि शरीर स्वस्थ रहे. സോച്ച് സമജ്കർ, നല്ല ചിന്തിച്ച് ആലോചിച്ച് നല്ല ഭക്ഷണം മാത്രം ചൂസ് ചെയ്ത് നല്ല വൃത്തിയോടെ കറക്റ്റ് സമയങ്ങളിൽ, രാവിലെ ഭക്ഷണം കഴിക്കേണ്ടത് രാവിലെ കഴിക്കാതെ ഉച്ചയ്ക്ക് കഴിക്കാൻ പാടില്ല. അപ്പോൾ കൃത്യമായ സമയത്ത് നല്ല വൃത്തിയുള്ള ഭക്ഷണം കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് മാത്രം കഴിക്കുക. മിലാൻ കീജിയെ, ഇവിടെ ലെഫ്റ്റിൽ തന്ന് ചാപ്റ്ററിലുള്ള പോർഷൻസ് ആണ്, അതിന് റൈറ്റ് സൈഡുമായിട്ട് കണക്ട് ചെയ്യുക. പേട് സെ ജാദ ജബ് കോയി ഖായേ, എന്താ സംഭവിക്കുക? ഖാക്കർ വ പീച്ചെ പച്തായേ, അത് ഓൾറെഡി തന്നിട്ടുണ്ട്. അതുപോലെ ഖർബൂസ് തർബൂജ് കക്കടി ഖീര गर्मी की हरते ही पीड़ा, ऐसा हो अपना आहार खाकर हम ना पड़े बीमार, भोजन में हो खूब सलाद इसका है अपना अंदाज, जब खाते हैं ढंग से खाना व्याधि को ना मिले बहाना, चित्र में दी गई साग भाजियों को पहचानिए और उनके नाम नीचे दिए गए रिक्त स्थानों में लिखिए. ഈ ചിത്രങ്ങൾ കണ്ട് ഇതിന് ഓരോ വെജിറ്റബിൾസിൻ്റെയും പേര് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിൻ്റെ പേരുകൾ ഇവിടെ കൊടുക്കണം. നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, ഇത് എന്താണ്? ടൊമാറ്റോ ആണല്ലേ, അതിനെന്താ ഹിന്ദിയിൽ പറയാ? ടമാട്ടർ. സെക്കൻഡ് വൺ ഇറ്റ് ഇസ് ക്യാപ്സിക്കം, സെക്കൻഡ് വൺ ഇസ് ഷിംല മിർച്ച്, അങ്ങനെയാണ് അതിന് ഹിന്ദിയിൽ പറയുന്നത്. ഇനി മൂന്നാമത്തത് എന്താണ്? പൊട്ടേറ്റോ, പൊട്ടേറ്റോ ആലു. ദെൻ ഫോർത്ത് വൺ ഇസ് ഭിൻഡി. Then fifth one is brinjal or bacon. Then next one is pumpkin or kaddu. അടുത്തത് ബീട്രൂട്ട് ആണ്. ബീട്രൂട്ടിന് എന്താ പറയാ? ചുക്കന്ദർ. Then 8 അനിയൻ ആണ്, അനിയന് പറയാ പ്യാസ്. അടുത്തത് ക്യാരറ്റ് ആണ്, ക്യാരറ്റ് ഗാജർ. അടുത്തത് റാഡിഷ് ആണ്, മൂലി. അടുത്തത് ഗാർലിക്, ഗാർലിക്കിന് പറയാ ലസൂൻ. ദെൻ ലാസ്റ്റ് വൺ ആണ് പത്ത ഗോബി അല്ലെങ്കിൽ ക്യാബേജ്. അപ്പൊ നിങ്ങളുടെ ബുക്കിൽ ഈ സ്ഥലങ്ങളിൽ ഈ പേരുകളൊക്കെ എഴുതി കൊടുക്കാം. नीचे दिए गए खन्नों को हाँ जी हाँ और ना जी ना से पूरा कीजिए. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ശരിയായ കാര്യമാണെങ്കിൽ ഹാ ജി ഹാ എന്നെഴുതണം. തെറ്റായ കാര്യമാണെങ്കിലോ നാജീന നാജീന എന്നെഴുതണം. ഓക്കെ. തും കേവൽ ആലു ഹി ലാന മുജ്കോ ബസ് ആലു ഖാന. എനിക്ക് പൊട്ടേറ്റോ മാത്രം കഴിച്ചാൽ മതി. കറക്റ്റ് ആണോ? അല്ല. നാജീന നാജീന. ദൂദ് ദഹി തും ചക്കർ ഖാന ഹരി സബ്ജിയാം ഭൂൽ ന ജാന. ഇത് കറക്റ്റ് ആണല്ലേ. പാലും തൈരും ഒക്കെ കഴിക്കണം, അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ കഴിക്കണം. സോ ഹാജി ഹാ ഹാജി ഹാ. പിന്നെയോ ഖർബൂസ് തർബൂജ് കക്കടി ഖീര ഖാനെ പർ ഹോത്തി ഹെ പീഡ. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരുമോ? നാജീന നാജീന. ഭോജൻ മേ ഹോ ഖൂബ് സലാദ് 24 घंटे रहना याद. ഭോജനിൽ നിറയെ സലാദ് വേണം. കറക്റ്റ് ആണ്. ഹാജി ഹാ ഹാജി ഹാ. താസ ഗാന ഹർദം ഖാവോ രോഗ് വ്യാധി കോ ദൂർ ഭഗാവോ. കറക്റ്റ് ആണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അസുഖം വരില്ല. സോ ഹാജി ഹാ ഹാജി ഹാ. अनुमान और कल्पना. अगर आपके पास एक छोटा सा खेत हो तो आप उसमें कौन से फल और साग भाजी उगाते और क्यों? ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതണം. അതായത് നിങ്ങളുടെ കയ്യിലൊരു ഫീൽഡ്, നിങ്ങൾക്കൊരു ഫീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷനിൽ വരുന്ന ആൻസേഴ്സ് എഴുതുക. अगर आप इस कविता में कुछ और खाद्य पदार्थ जोड़ सकते हैं तो आप क्या जोड़ते और क्यों? അതായത് ഈ ഒരു ചാപ്റ്ററിൽ പല ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഫുഡ് എക്സ്ട്രാ ചേർക്കണമെങ്കിൽ അത് ഏതൊക്കെ ചേർക്കും, എന്തുകൊണ്ട്? കൽപ്പന कीजिए कि आपने स्वस्थ आहार से संबंधित एक प्रतियोगिता में भाग लिया. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡിനെ പറ്റിയുള്ള ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ്.
പ്രതിയോഗിത में आप कौन से 3 सबसे अच्छा खाद्य पदार्थ चुनेंगे? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫുഡ് നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് ഫുഡ് ചൂസ് ചെയ്യും? സോ ഇത് നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങൾ എഴുതേണ്ട 3 ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഭാഷാ के बाद रेखांकित शब्दों के विपरीत अर्थ वाले शब्द से रिक्त स्थानों की पूर्ति कीजिए. ഇവിടെ ഒരു അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സ്പേസും ഉണ്ട്. അപ്പൊ ഈ വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് ഇവിടെ വേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഖാനെ മേ സലാദ് അധിക് और തലേ हुए व्यंजन. സലാദ് കൂടുതൽ വേണം और തലേ हुए व्यंजन വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം കം ഖായേ. അധിക് കം. അധികിന്റെ ഓപ്പോസിറ്റ് ആണ് കം. അച്ചി ആദത്തോം കോ ഭൂൽനാ നഹി. നല്ല ശീലങ്ങളൊന്നും മറക്കാൻ പാടില്ല. ഡാഷ് രഖ്നാ ചാഹിയേ. യാദ് രഖ്നാ ചാഹിയേ. ഭൂൽന മറക്കുക, യാദ് ഓർമ്മിക്കുക. ഗർമി കെ മോസം മേ സൂത്തി ഓർ ഗർമിയുടെ ഓപ്പോസിറ്റ് എന്താണ്? സർദി. സർദി കെ മോസം മേ ഊനി കപ്പടെ പഹനനെ ചാഹിയേ. സഹി സമയ पर सोइए और सही समय पर കറക്റ്റ് ടൈമിൽ ഉറങ്ങൂ, കറക്റ്റ് ടൈമിൽ ജാഗിയേ, എണീക്കൂ. नियमित शब्द नियम में इत जोड़कर बना है. ऐसे ही नीचे दिए गए शब्दों में इत लगाकर नए शब्द बनाइए. നിയം എന്ന വാക്കിന് ഇത് ആഡ് ചെയ്തപ്പോൾ നിയമിത് ആയി. അതുപോലെ ബാക്കിയുള്ള വേർഡ്സിനൊക്കെ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് പുതിയ വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമോ? നോക്കാം അല്ലേ. ശിക്ഷ, അതിന് ഇത് ആഡ് ചെയ്ത് എന്ത് പറ്റും? ശിക്ഷിത്. ഇനി ചർച്ച, ചർച്ചിത്. പ്രമാൺ, പ്രമാണിത്. മോഹ്, മോഹിത്. സുഗന്ധ, സുഗന്ധിत. वर्ग पहेली में नीचे दिए गए शब्दों के समान अर्थ वाले शब्द ढूंढिए और उनसे वाक्य बनाइए. ഇവിടെ ഒരു വേർഡ് പസിൽ തന്നിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് വേർഡ്സും തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് സഹിച്ചില്ല, അതിന്റെ മീനിങ് കണ്ടുപിടിച്ച് അത് ഈ ഒരു വേർഡ് പസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഉപയോഗിച്ചിട്ട് പല പല വാക്യങ്ങളും ഉണ്ടാക്കുക. അതാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ ആഹാർ. ആഹാർ എന്ന് പറഞ്ഞാൽ ഭോജൻ, അതിന്റെ മീനിങ് ആണ്. അപ്പൊ വി ഗോട്ട് ഭോജൻ ഹിയർ. അപ്പൊ ഭോജൻ വെച്ചിട്ട് ഇവിടെ ഒരു വാക്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയ്യ ने बहुत स्वादिष्ट भोजन बनाया है. ചേട്ടൻ നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. സിമിലർലി സബ്ജി, അതിന്റെ മീനിങ് ആണ് തർക്കാരി. ഇവിടെ തർക്കാരി ഉണ്ടോ? യെസ്, ഇവിടെ ഉണ്ടല്ലേ തർക്കാരി. അതുപോലെ ഹർദം. ഹർദം എന്ന് പറഞ്ഞാൽ ഹമേശ. ഇവിടെ കണ്ടുപിടിക്കാം, ഹമേശ. അടുത്തത് പീഡ, രോഗത്തിന്റെ പീഡ, ബുദ്ധിമുട്ട്, അതൊക്കെയാണ്. ദുഃഖ്, വിഷമം, അതന്നെ ദുഃഖ് കണ്ടുപിടിക്കുക. പിന്നെ ബാഗ്, ഉപവൻ. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം, ചെറിയ ഗാർഡൻ. ഉപവൻ എവിടെ? ഇവിടെ ഉണ്ട് അല്ലേ. ഇനി അപരംപാർ, അസീം. അതിന്റെ ഗുണങ്ങൾ വളരെ അധികമാണ്, അത് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിലും കൂടുതലാണ് എന്നുള്ള മീനിങ് ഒക്കെയാണ്. അസീം എന്ന വേർഡ് എവിടെയാണുള്ളത്? ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. തർക്കാരി, മാനെ തർക്കാരി ബനായി. വീട്ടിൽ അമ്മ നല്ല പച്ചക്കറി ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹമേശ, मैं हमेशा समय पर उठता हूँ. दुख, उसे अपने मित्र के जाने का दुख है. उपवन, हम उपवन में टहलने गए. असीम, सागर की गहराई असीम है. പല പല വേർഡ്സും ഉണ്ടാക്കാം. समझिए और लिखिए. शिक्षक की सहायता से पौधे के विभिन्न भागों की पहचान कीजिए तथा उनके नाम लिखिए. ഇത് നിങ്ങൾ EVS പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു പ്ലാന്റിന്റെ പല ഭാഗങ്ങളുടെ പേരുകൾ, അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയാം. ഇപ്പൊ അതിന്റെ ഓരോ പേരുകൾ ഹിന്ദിയിലും എഴുതാം. ആദ്യം നമുക്ക് നോക്കാം. ഫൂൽ. ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്ലവർ. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ ലീഫ് ആണ് തന്നിരിക്കുന്നത്. ലീഫിന് എന്താ ഹിന്ദിയിൽ പറയാ? പത്ത. അടുത്തതോ? അടുത്തത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ഈ പ്ലാന്റിന്റെ ഫ്രൂട്ട് ആണ്. ഫൽ. ഫ്രൂട്ടിന് ഫൽ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഇനി അടുത്തത് അതിന്റെ ബോഡി, അതിന്റെ കൊമ്പ് അല്ലെങ്കിൽ അതിന്റെ തന എന്നാണ് പറയുന്നത്. തന. ഇനിയോ റൂട്ട്സ് ആണ്. റൂട്ട്സിന് പറയാ എങ്ങനെയാണ്? ജഡ്. ഓക്കെ.
അപ്പോൾ ഈ എക്സസൈസിൽ മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പോർഷൻസ് അത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതെല്ലാവരും ചെയ്ത് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.